തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിലൂടെ കടന്നുപോകുന്ന വിശാലമായ ജലസംവിധാനമാണ് ആമസോൺ നദി. ആമസോൺ നദി തെക്കേ അമേരിക്കയിലെ പല രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ആഫ്രിക്കയിലെ നൈൽ നദി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ആമസോൺ. ജലത്തിന്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ആമസോൺ നദിയുടെ ഉറവിടം അല്ലെങ്കിൽ ഉത്ഭവം 1600കളുടെ പകുതി മുതൽ ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു തർക്കവിഷയമാണ്. വളരെ കാലമായി പെറുവിലെ അരക്വിത് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അപൂരിമാക് നദി ആമസോൺ നദിയുടെ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. സമീപകാല സംഭവ വികാസങ്ങളിൽ ആമസോണിന്റെ ഉറവിടം തെക്കു പടിഞ്ഞാറൻ പെറുവിലെ മൻറ്റാരോ നദിയാണ് എന്ന് പുതിയ പഠനത്തിന്റെ ചില ഗവേഷകർ അവകാശപ്പെടുന്നു. ഇപ്പോൾ ആമസോൺ നദിയിലെ വെള്ളം വറ്റുന്നുവെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗവേഷകർ. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് വരൾച്ചയും ഈ സീസണിൽ വേണ്ടത്ര മഴയും കാരണം നദികളിലെ ജലനിരപ്പ് താഴുന്നത് തുടരുന്നതിനാൽ ആമസോൺ മേഖല കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയുമായി പൊരുതുകയാണ്. ബ്രസീലിയൻ ജിയോളജിക്കൽ സർവീസ് ആമസോൺ നദിയുടെ തടത്തിലെ എല്ലാ നദികളും അവയുടെ ചരിത്ര നിലവാരത്തേക്കാൾ താഴേക്ക് വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നാവിഗേഷനും പ്രാദേശിക സമൂഹങ്ങൾക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നദിയിലെ ജലനിരപ്പിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്നത് വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പാണ് ഇതെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദികളിൽ ഒന്നാണ് ആമസോൺ നദി. പെറൂവിയൻ ആൻഡസിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി സമുദ്രനിരപ്പിൽ നിന്നും 5598 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രസീലിയൻ നഗരമായ ടെമ്പാടെങ്കയിലൂടെ നദി കടന്നു പോകുന്നുണ്ട്. ഇവിടെ നടത്തിയ നിരീക്ഷണത്തിലാണ് നദിയുടെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ മനേസ്, റിയോ നെഗ്രെ തുടങ്ങിയ പ്രദേശങ്ങളിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ മാറ്റത്തിന് അനുസരിച്ച് നദിയുടെ ജലനിരപ്പ് മാറ്റം ഉണ്ടാകാറുണ്ട്. വരൾച്ചയുടെ സമയത്ത് നദിയിൽ 4 മുതൽ 5 കിലോമീറ്റർ വീതിയിലാണ് കാണപ്പെടുക. മഴക്കാലത്ത് 50 കിലോമീറ്റർ നീളവും വ്യാപിച്ചു കിടക്കാറുണ്ട്. എന്നാൽ വേനൽ അടുക്കുന്നതിന് മുൻപ് തന്നെ നദിയിലെ ജലനിരപ്പ് താന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. ജലനിരപ്പ് താണത് പല ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയാകുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മേഖലയിൽ ചൂട് വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് ജലനിരപ്പ് താഴാൻ കാരണമായതെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ അവസ്ഥ തുടർന്നാൽ അധികം വൈകാതെ തന്നെ കൊടും വരൾച്ച ഭൂമിയെ പിടികൂടുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.